33.5% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നതിനെതിരല്ല. ഇവിടെയുള്ള എം പിമാരുടെ എണ്ണം കുറയുകയും മറ്റ് സ്ഥലങ്ങളിലുള്ള എം പിമാരുടെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ അതിനോട് ഞങ്ങൾ എതിരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയപ്പൻ ഇങ്ങനെ ചെയ്യുന്നു. ഒരേ മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാനുവൽ ലേബർ ആണെങ്കിൽ തുല്യവേതനമാണ് കൊടുക്കേണ്ടത്. പക്ഷേ അത് കൊടുക്കുന്നില്ല. വനിതാ MLA കൂടുതലുണ്ടായാൽ കൂടുതൽ നല്ല രീതിയിൽ പരിഹാരം കിട്ടും. പാസ്സാവാതെ ഇപ്പോൾ സോണിയാഗാന്ധി അതിനുശേഷം ഒരു ആർട്ടിക്കിൾ എഴുതി ഹിന്ദുവിലോ മറ്റോ. അതിനകത്ത് സോണിയാഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ 33.5% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നതിനെതിരല്ല, സപ്പോർട്ട് ചെയ്താണ് ഞങ്ങൾ 2023 വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പോൾ സ്ത്രീകളുടെ സംവരണത്തിന് ഞങ്ങൾ എതിരല്ല, പക്ഷെ ഞങ്ങൾ ഡീലിമിറ്റേഷനെതിരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് ഡീലിമിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ചില സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിംസ് കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ വലുതായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ടും മറ്റ് ക്രിസ്ത്യാനികളുമൊക്കെയുള്ള കൂടുതലായിട്ടുള്ള സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഒക്കെ ഉണ്ടല്ലോ, ഗോവ പോലെയുള്ള, അവിടെയൊക്കെ പോപ്പുലേഷൻ വളരെയധികം കുറഞ്ഞതും ആയിട്ട് കാണപ്പെടും. അപ്പോൾ അങ്ങനെ കണ്ടാൽ ഇവിടെയുള്ള എം പിമാരുടെ എണ്ണം കുറയുകയും മറ്റ് സ്ഥലങ്ങളിലുള്ള എം പിമാരുടെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പോൾ അതിനോട് ഞങ്ങൾ എതിരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയുമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2002-2003 നടന്ന ഇവിടുത്തെ ഇൻറ്റേർണൽ ഡീലിമിറ്റേഷൻ, അകത്തുള്ള ഡീലിമിറ്റേഷൻ, അന്നാണ് ഈ തിരുവനന്തപുരം നോർത്ത്, സൗത്ത്, വെസ്റ്റ് എന്നൊക്കെയുള്ള നിയോജക മണ്ഡലങ്ങൾ മാറി നിയമം തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് എന്നൊക്കെയായി മാറിയത്, പേര് മാറ്റിയത്. അന്നത്തെ ആ സമയത്ത് മലപ്പുറത്ത് 7 MLA കൂടുതലുണ്ടാവുകയും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും, പത്തനംതിട്ടയിൽ 3 MLA കുറവ് വന്നു, ആലപ്പുഴയിൽ 2 MLA കുറവ് വന്നു, പാലക്കാട് 1 MLA കുറവ് വന്നു. അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ MLA എണ്ണം കൂടുകയും ചിലയിടത്ത് കുറയുകയും ചെയ്തു. ഒരു ലോക്സഭാ മണ്ഡലം തന്നെ ഇല്ലാതായി. ഒരു ലോക്സഭ നമ്പർ കുറഞ്ഞിട്ടില്ല, നമ്പർ ഇപ്പോഴും 140 MLA അപ്പോഴും ഉണ്ടായിരുന്നത്, ഇപ്പോഴും 140 MLA 20 MP കേരളത്തിലുള്ളത്, 20 MP തന്നെയാണ് അപ്പോഴും ഇപ്പോഴും ഉള്ളത്. പക്ഷേ ഏരിയ വൈസ്, പോപ്പുലേഷൻ വൈസ് വിഭജനം നടത്തിയപ്പോൾ ചില ജില്ലകളിൽ MLA എണ്ണം കൂടി, ചില ജില്ലകളിൽ MLA എണ്ണം കുറഞ്ഞു. അത് സംസ്ഥാനമായിട്ടും സംഭവിക്കാം. കാരണം പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച്, ജനസാന്ദ്രത കൂടുന്നതനുസരിച്ച്, ജനങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ എണ്ണങ്ങളുടെ കൂടുതൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ MP സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടുതൽ പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയ ഒരുപാട് മക്കളൊന്നും ഇല്ല. ഇപ്പം ഒരു ഫാമിലിയിൽ 1-2 കുട്ടികളൊക്കെ ഉള്ളൂ. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഒരു ഫാമിലി തന്നെ 12-14 മക്കളൊക്കെ ഉള്ള ഫാമിലീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് MP എണ്ണം കൂടും. അതുകൊണ്ട് അതിനാണ് ഞങ്ങൾ എതിരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിൽ ന്യായമാണ്. പക്ഷേ പോംവഴി എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. അത് 2035 നടന്നാലും 2034 നടന്നാലും ഇങ്ങനെ തന്നെ സംഭവിക്കും. കാരണം അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പോപ്പുലേഷനിലെ ജനസാന്ദ്രത എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ രാഷ്ട്രീയ ആൾക്കാർക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ തത്വത്തിൽ ഇതാണ് വനിതാ സംവരണം. ഇനി വനിതകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വളരെയധികം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു 8 നിയമങ്ങളുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി. വളരെയധികം സ്ത്രീധന നിരോധന നിയമമുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിനെതിരെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ 16 വകുപ്പുകളുണ്ട്. BNS, പഴയ ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ 16-17 വകുപ്പുകളുണ്ട്. സ്ത്രീകളുടെ കുറ്റകൃത്യങ്ങൾ, സ്ത്രീകൾക്കെതിരെ നടക്കുന്നതിന് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റിയ കുറ്റകൃത്യങ്ങൾ. അതുപോലെ കേരള പോലീസ് ആക്ടിനകത്ത് തന്നെ വളരെയധികം ഒരു 40ഓളം വകുപ്പുകളുണ്ട്. അതിനകത്ത് സ്ത്രീകളെ സംരക്ഷിക്കുന്ന വകുപ്പുകളാണ്. കുറേ അധികം നിയമങ്ങളുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് പ്രിവെൻഷൻ ആക്ട് ഉണ്ട്, പോഷൻ എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് ഹാരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസസ് ആക്ട് ഉണ്ട്. പിന്നെ സ്ത്രീകളെ സഭ്യമല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്ന, പബ്ലിക് ആയിട്ട് സ്ത്രീകളെ സഭ്യമല്ലാത്ത രീതിയിൽ അഡ്വർടൈസ്മെൻറ്റിലൂടെയോ അല്ലാതെയോ ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള ആക്ടുണ്ട്, നിയമങ്ങളുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സ്ത്രീകൾക്കെതിരെ എന്ത് ചെയ്താലും അതിനൊക്കെ വളരെ കടുത്ത ശിക്ഷ കിട്ടുന്ന നിരവധി നിയമങ്ങളുണ്ട്. അപ്പം അങ്ങനെ നിയമങ്ങളുടെ ഒരു കൂമ്പാരം സ്ത്രീകളെ സംരക്ഷിക്കാനുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കാനായിട്ട് വലിയ ഒരു പോലീസിൻ്റെ ശക്തി എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. വനിതാ പോലീസുകാരുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ
ഏകദേശം 14% വനിതകൾ ആണ് പോലീസിലുള്ളത്. എല്ലാ പുരുഷ പോലീസും ഒക്കെ ആയിട്ട് നോക്കും 14-15% സ്ത്രീകളുണ്ട് പോലീസ് ഫോഴ്സിൽ. ഈ വനിതകളുടെ മുഖ്യ ജോലി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ അവർ SHOമാരായിട്ട് വളരെ അപൂർവമായിട്ട് പോസ്റ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ സ്ത്രീകളുടെ സെല്ലുകൾ, വനിതാ സെല്ലുകളുണ്ട്, വനിതാ ഈ പ്രശ്നങ്ങളുണ്ട്, ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പോകാവുന്നുണ്ട്, പരാതി പരിഹാര സെല്ലുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്ത്രീകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വനിതകളുടെ വലിയ പ്രക്ഷോഭങ്ങൾ വരുമ്പോൾ ഇപ്പം സ്ത്രീകളൊക്കെ കൂടെ ചേർന്ന് മാർച്ച് നടത്തുമല്ലോ. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മഹിളാ മോർച്ച മാർച്ച് നടത്തിയതുപോലെ അവിടെ നടത്തുമ്പോൾ സ്ത്രീകളുടെ വനിതാ പോലീസാണ് അവിടെ പോയി നിന്ന് അവരെ തടയേണ്ടതും നിയന്ത്രിക്കേണ്ടതും. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. ഇവിടെ നിങ്ങളത് TV കണ്ടു കാണുമല്ലോ, വനിതാ പോലീസ് വളരെ കുറവായിരുന്നു അവിടെ. പക്ഷേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് വനിതാ പോലീസിനെ നിയമിച്ചിരിക്കുന്നതെങ്കിലും ഇപ്പോഴും സ്ത്രീകൾക്കെതിരെ വളരെയധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. എനിക്കതറിയാം. കാരണം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച് 5 വർഷം കഴിഞ്ഞു. ഇപ്പോഴും സ്ത്രീകൾ പല സ്ഥലത്തു നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, കൽക്കട്ടയിൽ നിന്ന്, ഇവിടെ കാസർഗോഡ് നിന്ന്, കണ്ണൂരിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകൾ വിളിച്ചിട്ട് നിരന്തരം പറയുന്നുണ്ട്, എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ അമ്മായിയപ്പൻ ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ ആൾക്കാരെ, പ്രായമായ സ്ത്രീകൾ, മക്കളിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും പരാതി പറയുന്നതിന് അവർക്കൊരു പരിഹാരം കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോകാത്തത് എന്താ? അത് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് പരിഹാരം കിട്ടിയില്ല. SP കാണാത്തത് എന്താ? SP ആക്സസിബിൾ അല്ല. DGPക്ക് പരാതി കൊടുക്കാത്തത് എന്താ? അത് കൊടുത്തു 12 പ്രാവശ്യം, ഇപ്പോഴും ഒരു നടപടിയും എടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരു വാർഡ് കൗൺസിലറായിട്ടിരിക്കുന്ന ഞാൻ റിട്ടയർഡ് പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പ്രശ്നത്തിന് പരിഹാരമായിട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ദിവസവും ഒരു 12 പേരെങ്കിലും മിനിമം എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 7 പേരെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്ന് വരും. പല സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഈ കാട്ടാക്കട മാത്രമല്ല, ആലപ്പുഴ, അതുപോലെ മഞ്ചേശ്വരത്തു നിന്നൊക്കെ വരുന്ന സ്ത്രീകൾ വരെ ഉണ്ട്. കഷ്ടപ്പെട്ട് ട്രെയിനിൽ കയറി എന്നെ കണ്ട ഒരു പരിഹാരം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ ഇപ്പം അത്രയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ നിയമങ്ങളൊന്നും നല്ല രീതിയിൽ പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് തുല്യ വേതനം കൊടുക്കുന്ന ഒരു നിയമം പോലും ഉണ്ട്, അറിയാമോ? ഒരേ മണിക്കൂർ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാനുവൽ ലേബർ ആണെങ്കിൽ തുല്യ വേതനമാണ് കൊടുക്കേണ്ടത്. പക്ഷേ അത് കൊടുക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ നമ്മുടെ പാലോട് ബൊട്ടാനിക്കൽ ഗാർഡനിലൊന്ന് പോയി നോക്കൂ. പുരുഷന്മാർക്ക് ദിവസവും 850 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ സ്ത്രീകൾക്ക് 560 രൂപയോ എങ്ങാണ്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിലെന്താണെന്ന് ചോദിച്ചു ഞാൻ തന്നെ ഒരു ദിവസം പോയി, സർക്കാർ സ്ഥാപനമാണ്, ഞാൻ പോയി അവരോട് വഴക്കിട്ടു. അപ്പോൾ അവർ പറയുന്നത് ഒരു പുരുഷൻ ആ സമയം കൊണ്ട് കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും, ഒരു ദിവസം ഒരു മണിക്കൂറിൽ അയാൾക്ക് 30 കൊട്ട മണ്ണെടുക്കാൻ പറ്റുമെങ്കിൽ സ്ത്രീകൾക്ക് ആ സമയം കൊണ്ട് 20 കൊട്ട മണ്ണേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂലി വ്യത്യാസം എന്ന്. അത് വളരെ അന്യായമാണ്. കാരണം സ്ത്രീകളെ ഇതുപോലെ സൃഷ്ടിച്ചിരിക്കുന്നത് സർക്കാരല്ലല്ലോ, ദൈവമല്ലേ. അപ്പോൾ അവർക്ക് അത്രേ പറ്റൂ. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ IPS ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഞങ്ങളോട് പറയുകയാണ് 1 മിനിറ്റിൽ 100 പുഷപ്പ് എടുക്കണം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാർ ചിലപ്പോൾ എടുക്കും, സ്ത്രീകൾക്കത് 60 എടുക്കാൻ പറ്റുള്ളൂ. അത്ര പറ്റൂ അത്. പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾക്ക് നിങ്ങൾ ഒരു കൺസെഷനൊന്നും തരണ്ട, പുരുഷന്മാർക്ക് 100 മാർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 60 മാർക്ക് തന്നാൽ മതി എന്ന് പറയാറുണ്ട്. കാരണം അത്രേ പറ്റൂ. അത് ട്രെയിനിങ് അത്ര കഠിനമായതുകൊണ്ട് സ്ത്രീകളെ കൊണ്ട് വനിതാ IPS ഓഫീസർമാരാണെങ്കിൽ പോലും പുരുഷന്മാർ ചെയ്യുന്നത് പോലെയുള്ള ഒരു മസിൽ നമുക്ക് എന്തായാലും വരില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോർമോൺസ് ഒക്കെ കുത്തിവെക്കണം ശരീരത്തിൽ മസിൽ വരാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ വരും. അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാര്യം വളരെ നല്ലതാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം സ്ത്രീകൾക്ക് ഒരുപാട് ഗുണങ്ങളല്ലാതെ തന്നെ ഉണ്ട്. വളരെ ഈ ശാരീരികമായിട്ടുള്ള കുറച്ച് വീക്ക്നെസ് ഉണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് മാനസികമായിട്ട് അതുപോലെ കൂടുതൽ കരുത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഏത് പ്രതിസന്ധികളും കുറച്ചും കൂടെ എളുപ്പം തരണം ചെയ്യാൻ സാധിക്കുന്നതും പ്രസവ വേദന പോലെയുള്ള വേദനകൾ സഹിക്കാൻ സാധിക്കുന്നതും. അത് ഒരു പുരുഷനെ കൊണ്ട് വലിയ പ്രയാസമായിരിക്കുന്നു തോന്നുന്നുണ്ട്. മസിൽസ് ഒരുപാടുള്ളത് കൊണ്ട് അത് അവർക്ക് പറ്റുകയില്ല. പക്ഷേ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള മസിലുള്ള, വളരെ വഴങ്ങുന്ന മസിൽസ് ഉള്ള സ്ത്രീകൾക്ക് മറ്റ് പല കാര്യങ്ങളും വളരെ അനായാസേന വീട്ടു ജോലികളൊക്കെ തന്നെ നമുക്ക് എത്രയും പെട്ടെന്നാണ് ചെയ്യാൻ സാധിക്കുക, വളരെ എളുപ്പം ചെയ്യാൻ സാധിക്കും. വൃത്തിയാക്കലും അതുപോലെ പ്രായമായ ആൾക്കാരെ പരിപാലിക്കുന്നതും ഒക്കെ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ മാനസികമായിട്ടുള്ള വളരെയധികം നന്മയും സ്ത്രീകൾക്കുണ്ട്. കരുണാദയ, വളരെ ശക്തി. ചിലപ്പോൾ വിഷമം വരുമെങ്കിൽ പോലും അത് കരഞ്ഞ് തീർന്നാൽ അങ്ങ് തീരും. ആ കണ്ണീര് പോലും ഒരു ശക്തി എന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകളുടെ. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇവിടെ നിയമങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സ്ത്രീകളുടെ ഒരു മോഡലാണ്, ഒരു റോൾ മോഡൽ.
അത് സ്ത്രീകൾ MLA-മാരായിട്ട് 33% സ്ത്രീകൾ MLA-മാരായിട്ട് കേരളത്തിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒന്ന് നോക്കിയാൽ മതി, നമ്മുടെ പ്രശ്നങ്ങൾ കുറേ തീരും. കാരണം അവർ കരുത്തിൻ്റെ പ്രതീകങ്ങളാണ്. അവരെടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കൗൺസിലറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പരിഹാരം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും വനിതാ MLA-മാർ കൂടുതലുണ്ടായാൽ കൂടുതൽ നല്ല രീതിയിൽ പരിഹാരം കിട്ടും. കാരണം വനിതാ MLA-മാർക്ക് ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം, കർശനമായിട്ട് പറയാം, നിങ്ങളത് ചെയ്യണം, ചെയ്യേ ഒക്കുള്ളൂ, കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. അറിയാം. കാരണം എനിക്കെതിരെ അന്യായമായിട്ടാണെങ്കിലും ഒരു കേസ് എടുക്കാൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞാൻ പൊടാവില്ലേ പോലീസ് എന്ന് വിളിച്ചു. അത് വലിയ കുറ്റമാണെന്ന് പറഞ്ഞ് എനിക്കെതിരെ FIR-ൽ ആദ്യത്തെ ദിവസം എടുത്തില്ല. അത് വിളിച്ചുകൊണ്ട് നടന്നത് എല്ലാവരും കണ്ടതാണ്. പോലീസുകാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, SI അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടതാണ്. അവർ കേസെടുത്തപ്പോൾ 5 പേരുടെ പേരും എഴുതി, ബാക്കി കണ്ടാൽ അറിയാവുന്ന പ്രവർത്തകർ എന്നാണ് എഴുതിയത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് കണ്ടാൽ അറിയാവുന്ന ഒരു പ്രവർത്തകയായിട്ട് ഞാൻ മാറി. അവർക്ക് ആദ്യത്തെ ദിവസം മനസ്സിലായില്ല ഇത് ശ്രീലേഖയാണെന്ന്. പത്രങ്ങൾ പറഞ്ഞിട്ടും സാമൂഹ്യ മാധ്യമങ്ങൾ പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ 5-ാമത്തെ ദിവസമായപ്പോൾ കണ്ടാൽ അറിയാവുന്ന ഒരു പ്രവർത്തകയാണതാ 5-ാമത്തെ പ്രതിയായിട്ട് എന്നെയും കൂടെ ചേർത്തു. എന്തുകൊണ്ടാണ്? MLA പോയി വഴക്കിട്ടു. ഇവർ വന്ന് ഇങ്ങനെ പോടാ പുല്ലേ പോലീസ് എന്ന് വെച്ചിട്ട് പോലീസ് കൈയും കെട്ടി നിൽക്കുന്ന, മര്യാദയ്ക്ക് കേസെടുക്കുക, അവരെയും കൂടെ പ്രതിയാക്കണം എന്ന് അവിടുത്തെ MLA പറഞ്ഞതുകൊണ്ടാണ് എന്നെ പ്രതിസ്ഥാനത്താക്കിയത്. അപ്പം MLA പറഞ്ഞാൽ നടക്കും, MLA പറഞ്ഞ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ വനിതാ പ്രാതിനിധ്യം വേണം, കൂടുതൽ വനിതാ MLA-മാർ കേരളത്തിൽ വേണം, കൂടുതൽ വനിതാ MP-മാർ ഭാരതത്തിൽ വേണം. അതുകൊണ്ട് 33.5% സംവരണം, സ്ത്രീ സംവരണം എന്ന് പറയുന്നത് നമ്മൾ സർവാത്മന അംഗീകരിക്കണം, സ്വീകരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നാരി ശക്തി അധിനിയം എന്ന് പറയുന്നത് പാസ്സായി ഒരു മൂലയിലിരുന്നാൽ പോലെ അത് പ്രാവർത്തികമാകണം, അല്ലേ? പ്രാവർത്തികമാകണമെങ്കിൽ ഡീലിമിറ്റേഷൻ വേണം. അത് സെൻസസിൻ്റെ ബേസിസിൽ അത് നടക്കണം. 2029 ഇലക്ഷനെങ്കിലും അത് വരണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് ഈ ക്ലാസ് ഇവിടെ എടുപ്പിച്ചത്.